തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു കോൺക്ലേവ്, അതായത് ധനമന്ത്രിമാരുടെ ഒരു കോൺക്ലേവ് ഇന്നലെ കേരള ഗവൺമെൻറ് എല്ലാവരെയും ചേർത്ത് ഒരു കോൺക്ലേവ് നടത്തുകയുണ്ടായി. ആ കോൺക്ലേവിലേക്ക് പോകുന്നതിന് മുൻപ് അതീവ ദുഃഖത്തോടു കൂടി തന്നെ ഞാൻ ഒരു ശ്രദ്ധാഞ്ജലി ഏറ്റവും പ്രിയങ്കരനായിരുന്ന സീതാറാം യെച്ചൂരിക്ക് അർപ്പിക്കുകയാണ്. അദ്ദേഹം സത്യം പറഞ്ഞാൽ കാൾ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് ആ കാലഘട്ടത്തിൽ മാർക്സിൻ്റെ മനസ്സിനെ മതിച്ചിരുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്ത്, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്താണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്. അത് എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് തൊഴിലാളികൾ അനുഭവിച്ചിരുന്ന ക്രൂര പീഡനങ്ങൾ, അവരുടെ ഒരുപാട്, അതായത് 18 മുതൽ 22 മണിക്കൂർ വരെ ഒരു ദിവസം ജോലി ചെയ്യുക, കൊച്ചുകുട്ടികൾ 7 മണിക്കൂർ വരെ ജോലി ചെയ്യുക. കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ 5 വയസ്സിന് മുകളിലോട്ട് 10 വയസ്സ് വരെയുള്ളവരെയാണ് ഈ കൊച്ചുകുട്ടികളെ സ്കൂളിൽ പോകാൻ സൗകര്യങ്ങളൊന്നുമില്ല അന്ന് ഗ്രേറ്റ് ബ്രിട്ടനിലോ ഒന്നും. യൂറപ്പിലാണെങ്കിലും വിദ്യാഭ്യാസ നിരക്കൊക്കെ വളരെ ലോയാണ്. അങ്ങനെയുള്ള കൊച്ചുകുട്ടികൾ 6-7 മണിക്കൂർ ജോലി ചെയ്യുക, ഗർഭിണികളായ സ്ത്രീകൾ 16 മണിക്കൂർ ജോലി ചെയ്യുക, പുരുഷന്മാർ 22 മണിക്കൂർ ജോലി ചെയ്യുക. അങ്ങനെയുള്ള ക്രൂരതയുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ്, അത് കണ്ടറിഞ്ഞാണ് ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ ഇരുന്ന് കാൾ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 എഴുതി പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മതിച്ചത് സാധാരണക്കാരെ, അതായത് തൊഴിൽ ഉടമകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന, കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചൂഷണം, അതായിരുന്നു അദ്ദേഹത്തെ മതിച്ചതും. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ച് വളരെ ശക്തമായിട്ട് ലോക തൊഴിലാളികളെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഡെമോക്രസികളിലേക്ക് നമ്മൾ വന്നു നോക്കുമ്പോൾ, ഡെമോക്രസികളൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇടതുപക്ഷ, അതായത് മാർക്സ് മുന്നോട്ട് വെച്ച ഐഡിയോളജി സത്യത്തിൽ ഡെമോക്രസിയുടെ കാതലായ ഒരു ഐഡിയോളജി തന്നെയാണ്. സമത്വ സുന്ദരമായ ഒരു ലോകം, എല്ലാവർക്കും ഒരുപോലെ അവകാശങ്ങളുള്ള ഒരു ലോകം, അതാണ് ഡെമോക്രസി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകം തന്നെയാണ് കാൾ മാർക്സ് മുൻപിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ദാസ് ക്യാപിറ്റലിൻ്റെ 3 വോള്യൂംസും ഒക്കെ എഴുതുന്നത്. ആ മനുഷ്യനോട് നീതി പുലർത്തത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയെ മുറുകെ പിടിച്ച ഒരു ധീര കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സീതാറാം യെച്ചൂരി എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം. അപ്പം നമുക്ക് അറിയാം, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് റഷ്യയിലെ പുതിൻ, നമുക്ക് എന്തോരം ബഹുമാനമുണ്ട് പുതിനോട്. അതുപോലെ വേറൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഷീ ജിൻപിങ്, എന്തുമാത്രം ചൈനയിലെ നമുക്ക് എന്തുമാത്രം ബഹുമാനമുണ്ട്. അതുപോലെ നോർത്ത് കൊറിയ, നമുക്ക് എത്ര ബഹുമാനമുണ്ട്. അതുപോലെയുള്ള നേതാക്കന്മാർ ഒരുപാട് ലോകത്ത് കമ്മ്യൂണിസ്റ്റുകളായിട്ടുണ്ട്, പേരിനു മാത്രം. മാർക്സ് ഇപ്പോൾ തിരിച്ചു വന്നാൽ അവരെയൊക്കെ ചാട്ടവാറുകൊണ്ട് അടിക്കും. ഇതാണോ ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ച്. അത്തരം നേതാക്കന്മാർ ഇരിക്കുന്ന ഒരു ലോകത്ത് സീതാറാം യെച്ചൂരിയെ പോലെ സമഷ്ടി സ്നേഹത്തോടു കൂടി യഥാർത്ഥത്തിൽ മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ട് ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന നല്ലൊരു നേതാവ്. അദ്ദേഹം അകാലത്തിൽ വിട പറഞ്ഞു എന്ന് തന്നെ വേണം. 72 വയസ്സ് എന്ന് പറയുന്നത് ഒരു പ്രായമേ അല്ല. ഇനിയും അദ്ദേഹത്തിന് 20 വർഷവും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ജ്വാലയായിട്ട്, ഇടതുപക്ഷത്തിൻ്റെ ഒരു ജ്വാലയായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കാമായിരുന്നു. അങ്ങനെ നിലനിന്നിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം അസ്തമിക്കുമെന്ന് നമുക്ക് ഭയക്കേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ആ ഭയം പോലുമുണ്ട്. അപ്പം എന്തായാലും അദ്ദേഹത്തിന് ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കോൺക്ലേവിലേക്ക് പോകുന്നു. കാരണം ഈ കോൺക്ലേവിലേക്ക് പോകുന്നതിന് മുൻപ് എന്തുകൊണ്ട് അദ്ദേഹത്തിനൊരു ശ്രദ്ധാഞ്ജലി എന്ന് ചോദിച്ചാൽ, സീതാറാം യെച്ചൂരി സത്യത്തിൽ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങളെ ഒരു വലിയ പരിധി വരെ ഞെരുക്കുന്നു എന്ന് വിശ്വസിക്കുകയും പാർലമെൻറ്റിലും ഒരു മികച്ച പാർലമെൻറ്റേറിയനായിരുന്നു, പാർലമെൻറ്റിലും പുറത്തും അദ്ദേഹം ആ ഫെഡറൽ തത്വങ്ങളെ വീണ്ടും, അതായത് റീസ്ട്രക്ചർ ചെയ്യാൻ വളരെയധികം ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് കോൺക്ലേവിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ അദ്ദേഹത്തിനൊരു ആദരാഞ്ജലി അർപ്പിക്കാം എന്ന് ഞാൻ കരുതിയത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു കോൺക്ലേവ് ഇവിടെ ഉണ്ടാക്കാൻ കാരണം? ഈ 15th ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ് വന്നപ്പോൾ മുതൽ കേരള ഗവൺമെൻറ് പറയാൻ തുടങ്ങിയതാണ്, ഫിനാൻസ് കമ്മീഷൻ കേരളത്തെ അവഗണിച്ചു. കേരളത്തിൻ്റെ വരുമാനം, അതായത് കേന്ദ്ര പൂളിൽ നിന്നുള്ള നികുതിയുടെ ഷെയറിംഗ്, ആ ഷെയറിങ്ങിലുണ്ടായ അനീതി മൂലം കേരളം ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ഇവിടുത്തെ ഫിസ്ക്കൽ ക്രൈസിസിൻ്റെ, ധനപ്രതിസന്ധിയുടെ മൂല കാരണവും അതാണ്
എന്നായിരുന്നു ആദ്യം മുതലേ ഉള്ള LDF ഗവൺമെൻറ്റിൻ്റെ, അതായത് ഡോക്ടർ തോമസ് ഐസക് 2016-17 ധനമന്ത്രിയായ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഫിനാൻസ് കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ ഫെഡറൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ചല്ല ഫെഡറൽ ഗവൺമെൻറ് മുന്നേറുന്നത്, അത് ഒരുപാട് മായം ചേർത്തു എന്ന ക്രിറ്റിസിസം, അതിൽ വലിയ പരിധി വരെ സത്യമുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയ കാലഘട്ടമാണ് ഈ കഴിഞ്ഞുപോയ കാലഘട്ടം മുഴുവൻ. അപ്പം ഇപ്പോൾ 16ാം ധനകാര്യ കമ്മീഷൻ പനഗാരിയ, ആദ്യത്തെ മോദി ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനായിരുന്ന പനഗാരിയ, അദ്ദേഹം പിന്നെ നീതി ആയോഗിൻ്റെ പ്രവർത്തനത്തിലൊന്നും സന്തോഷമില്ലാത്തത് കൊണ്ട് എന്ന് വേണം കരുതാൻ അദ്ദേഹം ഇവിടുന്ന് റിസൈൻ ചെയ്ത്, കാലം പൂർത്തിയാക്കാതെ റിസൈൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ കണ്ണിയിലേക്ക് വീണ്ടും തിരിച്ചു പോയിരുന്നു. ഇപ്പോൾ അദ്ദേഹം 16th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ അംഗങ്ങളെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ കമ്മീഷൻ സിറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപേ കമ്മീഷന് കുറേ നിർദ്ദേശങ്ങൾ ഈ കോൺക്ലേവ് വഴിയായിട്ട് സൃഷ്ടിക്കുക, ആ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക. അത് സാധാരണ എല്ലാ ഫിനാൻസ് കമ്മീഷൻ വരുന്നതിന് ശേഷം ഫിനാൻസ് കമ്മീഷൻ വന്നു കഴിഞ്ഞ് ആ ഫിനാൻസ് കമ്മീഷൻ തന്നെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും ചുറ്റിക്കറങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഫിനാൻസ് കമ്മീഷൻ്റെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കുറച്ച് നിർദ്ദേശങ്ങൾ ഈ ഫെഡറൽ പ്രിൻസിപ്പിൾസിൽ എങ്ങനെ വേണം, ഫിനാൻസ് കമ്മീഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നൊക്കെ നിർദ്ദേശിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു കോൺക്ലേവ് നടത്തുന്നത്. അപ്പോൾ ഈ കോൺക്ലേവിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? 5 സംസ്ഥാനങ്ങളാണ് സംസ്ഥാനത്തെ ഫിനാൻസ് മന്ത്രിമാർ, ഒരു സംസ്ഥാനത്തെ റവന്യൂ മന്ത്രി വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? കേരള സംസ്ഥാനം, കർണാടകയിലാണെങ്കിൽ റവന്യൂ മിനിസ്റ്റർ കൃഷ്ണ ബൈരഗൗഡ, അദ്ദേഹമാണ് റവന്യൂ മിനിസ്റ്ററാണ് കർണാടകത്തിലെ, അദ്ദേഹമാണ് കോൺക്ലേവിൽ പങ്കെടുക്കാൻ വന്നത്. തെലങ്കാനയിൽ നിന്ന് ഫിനാൻസ് മിനിസ്റ്റർ മല്ലുഭട്ടി വിക്രവർക്കയാണ് തെലങ്കാനയിൽ നിന്ന് വന്നിട്ടുള്ളത്. പഞ്ചാബിൽ നിന്ന് ഹർപാൽ സിംഗ് ചീമ, അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററാണ് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തങ്കം തെന്നരശു, അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല. ഓർമ്മ വെക്കണം, BJPയോട് ചേർന്ന് ഭരിക്കുന്നു ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ഈ കൂട്ടത്തിലില്ല. ബാക്കി എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബിൻ്റേതുമുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ ഡെവല്യൂഷൻ്റെ, അതായത് 15th ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ്റെ ദോഷഫലങ്ങൾ അനുഭവിച്ച സംസ്ഥാനങ്ങളാണ് ഏറിയും കുറഞ്ഞും. അങ്ങനെ ഇനി അനുഭവിക്കാൻ ഇടവരരുത് എന്ന് ആണ് ഇവരൊക്കെ ഈ കോൺക്ലേവിൽ പറഞ്ഞത്. അപ്പം എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ട ഒന്ന്, GSTയുടെ, അതായത് ചരക്ക് സേവന നികുതിയുടെ പങ്കുവെക്കൽ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള പങ്കുവെക്കൽ ഒന്ന് റീകാസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ എങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വഴി കളക്ട് ചെയ്യുന്ന ടാക്സ് പോർട്ടലിലേക്ക് എത്തുന്ന നികുതിയുടെ 50% കേന്ദ്രത്തിനും 50% സംസ്ഥാനങ്ങൾക്കും എന്ന രീതിയിലാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ GST കൗൺസിൽ തീരുമാനിച്ച് വിഭജനം നടത്തുന്നത്. അതായത് GST കൗൺസിൽ എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും ധനമന്ത്രിമാർ, കേന്ദ്ര ധനമന്ത്രി, കേന്ദ്ര ഡെപ്യൂട്ടി ഫിനാൻസ് മിനിസ്റ്റർ ഡെപ്യൂട്ടി, പിന്നെ അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികളെ പ്രതിനിധീകരിക്കുന്ന അവരുടെ റെപ്രസെൻറ്റേറ്റീവ്, ഇവരൊക്കെ ചേരുന്നതാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അതൊരു എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന നല്ലൊരു റെപ്രസെൻറ്റേറ്റീവ് ബോഡിയാണ്. ആ ബോഡിയാണ് ഈ 50:50 ഷെയറിങ്, 50% കേന്ദ്രത്തിന് 50% സംസ്ഥാനങ്ങൾക്ക് എന്നുള്ള ഷെയറിങ് 2017 ജൂലൈ 1 GST കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ഈ GST കൗൺസിൽ ചേർന്നാണ് ഈ 50-50 ഷെയറിംഗ് ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് പോരാ, അത് ഇപ്പോൾ മാറ്റണം. കാരണം സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കുറവും അതേസമയത്ത് സംസ്ഥാനങ്ങളുടെ ചെലവ്, അതായത് ഒരു സംസ്ഥാനത്ത് വരുന്ന ധനകാര്യ ചെലവുകളുടെ 63% സംസ്ഥാനങ്ങൾ തന്നെയാണ് വഹിക്കേണ്ടി വരുന്നത്. പക്ഷേ 37% വരുമാനമേ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അതായത് കേന്ദ്ര പൂളിലേക്ക് പോകുന്ന നികുതിയുടെ വരുമാനം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ 37% വരുമാനം സംസ്ഥാനത്തിന് കിട്ടുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ചെലവുകളിൽ 63% ചെലവും സംസ്ഥാനം തന്നെ ചെലവഴിക്കണം എന്നുള്ളതാണ് സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഈ കോൺക്ലേവിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻറ്റ് ഈ GSTയുടെ ഷെയറിങ് 50:50 എന്നുള്ളതിനെ 40:60, അതായത് 60% സംസ്ഥാനങ്ങൾക്ക് 40% GSTയിൽ നിന്നുള്ള വരുമാനം 60% സംസ്ഥാനങ്ങൾക്കും 40% കേന്ദ്രത്തിനും എന്നാക്കി മാറ്റണം എന്നാണ്.
അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ്. പക്ഷെ അത് അത്ര തന്നെ വേണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ എനിക്ക് സംശയം ഉണ്ടാവാൻ കാരണം കേന്ദ്രത്തിൻ്റെ ചെലവുകളും സംസ്ഥാനത്തിൻ്റെ ചെലവുകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. സംസ്ഥാനത്തിന് എല്ലാ A to Z എല്ലാ ചെലവും സംസ്ഥാനത്തിനാണ്, ശരിയാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ കേന്ദ്രത്തിലേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കില്ല. ഏതൊക്കെയാണ് ആ വകുപ്പുകൾ? ഒന്ന് ഡിഫൻസ്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ബജറ്റ് എടുത്തു നോക്കിയാൽ അറിയാം, ആ ബജറ്റിൽ ഏറ്റവും കൂടുതൽ ചെലവാക്കിയിരിക്കുന്ന വകുപ്പ് എല്ലാ ബജറ്റുകളിലും അങ്ങനെയാണ്, ഡിഫൻസ് ആണ്. മറ്റു പല വകുപ്പുകൾക്കും കിട്ടുന്നത് ഒത്തുചേർത്താലേ ഡിഫൻസിന് കൊടുക്കുന്ന അത്രേ ആകൂ. അതുപോലെ രണ്ടാമതൊരു വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി. ഈ 2 വകുപ്പുകളും കേന്ദ്രത്തിനേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കില്ല. അപ്പോൾ കേന്ദ്രം കുറച്ച് കൂടുതൽ എടുക്കുന്നു എന്ന് പറയുന്നത് അത്ര കണ്ട് വലിയ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, അയൽബന്ധങ്ങൾ നല്ലതല്ലെങ്കിൽ ഡിഫൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം അത് കാരണം കൊണ്ട് ഈ 40:60 എന്നത് ഒരു പക്ഷേ 45:55 എന്ന് വിഭജിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതിനകത്ത് ന്യായവും യുക്തിയും കാണുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇനി അതുപോലെ അപ്പോൾ ഇതാണ് അവരുടെ ഒരു കോൺക്ലേവിൽ എല്ലാവരും ഒരുപോലെ ഉന്നയിച്ച ഒരു കാരണം. ഇനി അതുപോലെ വേറെയും പല കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് 14th ഫിനാൻസ് കമ്മീഷനും 15th ഫിനാൻസ് കമ്മീഷനും കേന്ദ്ര പൂളിലേക്ക് വരുന്ന നികുതി വരുമാനം, ഈ കേന്ദ്ര പൂളിലേക്ക് വരുന്ന നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പല നികുതികളും കേന്ദ്ര പൂളിലേക്കാണ് വരുന്നത് കേട്ടോ. ഒന്നാമത് പേഴ്സണൽ ഇൻകം ടാക്സ്, 2 കോർപ്പറേറ്റ് ഇൻകം ടാക്സ് അതായത് ഡയറക്റ്റ് ടാക്സസ്, 3 സെൻട്രൽ എക്സൈസ്, 4 കസ്റ്റംസ്. ഈ 4 വലിയ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ വന്നുകൂടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂളിലാണ്. അപ്പോൾ ആ കേന്ദ്ര പൂളിൽ നിന്നാണ് ഫിനാൻസ് കമ്മീഷൻ്റെ നോംസ് അനുസരിച്ച് ഡെവല്യൂഷൻ നടക്കുന്നത് പല വകുപ്പുകളിലേക്കായിട്ട്, പല സംസ്ഥാനങ്ങളിലേക്കും പല മാനദണ്ഡങ്ങൾ വെച്ചുള്ള ഡെവല്യൂഷൻ നടക്കുന്നത്. ആ ഡെവല്യൂഷൻ 13ാം ധനകാര്യ കമ്മീഷൻ്റെ കാലം വരെയും 32%, 31%, 29%, ഇങ്ങനെ കൂടിയും കുറഞ്ഞുമൊക്കെ ആയിരുന്നു. അവസാനം അത് 32% ആ 32% നിന്നാണ് 42% 15th ഫിനാൻസ് കമ്മീഷൻ റേസ് ചെയ്യുന്നത്. അങ്ങനെ 15th ഫിനാൻസ് കമ്മീഷൻ റേസ് ചെയ്യാൻ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നേരത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിരുന്ന YV റെഡ്ഡി ആയിരുന്നു 14th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പം അദ്ദേഹം ഗവർണറായിരുന്ന കാലത്ത് തന്നെ അന്ന് 2000-ലൊക്കെ UPയുടെ മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ നരേന്ദ്രമോദി, അന്ന് നരേന്ദ്രമോദി 13th ഫിനാൻസ് കമ്മീഷനോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ഈ 32% എന്നുള്ളത്. അതായത് സെൻട്രൽ പൂളിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി കൊടുക്കുന്നത് 32% 13ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത്. അത് 50% വർദ്ധിപ്പിക്കണമെന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഇദ്ദേഹം പക്ഷേ 50%-ലേക്ക് പോയില്ല. ഇദ്ദേഹം ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായി വന്നപ്പോൾ, അതായത് YV റെഡ്ഡി ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായി വന്നപ്പോൾ ഈ 32% നിന്ന് അത് 42% വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ചപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വന്നിരിക്കുന്നു എന്ന് ഓർക്കണം, 2014-15 കാലഘട്ടത്തിൽ. അപ്പോഴാണ് ഈ കമ്മീഷൻ ഫോം ചെയ്തതും കമ്മീഷൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതും. 15ാം ഫിനാൻസ് കമ്മീഷൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് 2014-15 കാലഘട്ടത്തിലാണ്. അങ്ങനെ കമ്മീഷൻ്റെ അടുത്ത് വന്ന് നരേന്ദ്രമോദി പറഞ്ഞു, ഈ 42% എന്ന് പറയുന്നത് ഒരു കാരണവശാലും, അതായത് ഓർമ്മിക്കണം, അദ്ദേഹം മുഖ്യമന്ത്രിയായി ഗുജറാത്തിൽ ഇരിക്കുമ്പോൾ ഇത് 50% ആക്കണം എന്നും പറഞ്ഞ് ആർഗ്യൂ ചെയ്തതാണ്. പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനാരോഹണം ചെയ്യുന്നു 2014-15. 2015 അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ഈ 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനോട് അദ്ദേഹം പറയുന്നു ഇത് 42%, അദ്ദേഹം 42, ഈ YV റെഡ്ഡി അത് 42% ആക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദി അദ്ദേഹത്തെ നേരിൽ കണ്ട് പറയുന്നു, ഇത് 42% ആക്കുന്നത് വലിയ അന്യായമാണ്, 32% നിന്ന് ഒറ്റയടിക്ക് 42% ആക്കുന്നത്, അത് 33 34 ഒക്കെ ആക്കിക്കോ, കുഴപ്പമില്ല, പക്ഷേ 42 ആക്കരുതെന്ന്. പക്ഷേ YV റെഡ്ഡി പറഞ്ഞു, സംസ്ഥാനങ്ങൾ വലിയ ധനപ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് ഇത് നടപ്പാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുത്തു. അങ്ങനെ നിലപാടെടുത്തു നരേന്ദ്രമോദി. പരാജയപ്പെട്ട് സംഭാഷണത്തിൽ ഇതൊന്നും പറഞ്ഞത് ഞാനല്ല, ഇത് അന്ന് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്ന മാന്യദേഹം തന്നെയാണ് പുറത്തുവിട്ടത്. ഞാൻ ഇതിനു മുമ്പ് ഒരു
വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ആ പേര് ഓർക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അന്ന് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനായിരുന്ന ആൾ തന്നെയാണ് അദ്ദേഹവും. ഇദ്ദേഹവും കൂടിയാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനും നരേന്ദ്രമോദിയും കൂടിയാണ് വൈ വി റെഡ്ഡിയെ കാണുന്നത്. അങ്ങനെയാണ് അവസാനം, ഒരു പക്ഷേ അന്നൊന്നും ഇത് പത്രക്കാർക്കൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ ഇത് അടുത്ത കാലത്ത് ഈ ഫിനാൻസ് കമ്മീഷൻ്റെ ഡെവല്യൂഷൻ വലിയ കോൺട്രവേഴ്സ്യലായി മാറിയ സാഹചര്യത്തിലാണ് അവസാനം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ തന്നെ ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പുറത്തു പറയുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് നരേന്ദ്രമോദി ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന, മാറ്റം വരുത്താതെ തന്നെ വൈ വി റെഡ്ഡി അത് നടപ്പാക്കി. ഇപ്പോഴും അത് 42% എന്നുള്ള ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനമല്ലാതെ മാറിയപ്പോഴത്തേക്ക് അത് 41% കുറച്ചു. അങ്ങനെ 41% ഇപ്പോൾ ഡെവല്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 41% ഡെവല്യൂഷൻ തന്നെ പല മാനദണ്ഡങ്ങളെ ആശ്രയിച്ചാണ് നടത്തുന്നത്. അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ അങ്ങ് ഡിവോൾവ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഈ സെൻട്രൽ പൂളിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ സെൻട്രൽ പൂളിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സസ്, അതായത് ഇൻകം ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഈ 4 പ്രധാനപ്പെട്ട വേറെ ചെറിയ വരുമാനങ്ങളുണ്ട്. പക്ഷേ ഇത് 4മാണ് ഏറ്റവും വലിയ വരുമാന സ്രോതസ്സ്. ഈ 4ഉം കൂടി ചേരുന്നതാണ് സെൻട്രൽ ടാക്സ് പൂൾ എന്ന് പറയുന്നത്. ആ സെൻട്രൽ ടാക്സ് പൂളിനെ ഡിവോൾവ് ചെയ്ത് 28 സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിനുമായിട്ട് കൊടുക്കുന്നതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പിരിവിലാണ് അപകടം പതിയിരിക്കുന്നു എന്ന് നമ്മുടെ കോൺക്ലേവ് പറയുന്നത്. അത് ശരിയുമാണ്. അതിനകത്ത് ഒരു പരിധി വരെ വലിയ അപകടങ്ങളുണ്ട്. എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് ആർട്ടിക്കിൾ 280 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 280 അനുസരിച്ചാണ് ഈ വ്യത്യസ്തങ്ങളായ നോംസ് ഫിനാൻസ് കമ്മീഷൻ നടപ്പാക്കുന്നത്. ആ നോംസ് എന്തൊക്കെയാണ്? നോംസിൽ മാറ്റങ്ങൾ വരും. ഫിനാൻസ് കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ അനുസരിച്ച്, അല്ലെങ്കിൽ അവിടെ സംസ്ഥാനങ്ങൾ കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചൊക്കെ ഈ നോംസിൽ മാറ്റിമറിച്ചലുകൾ ഉണ്ടാകാം. അപ്പോൾ ഈ പ്രാവശ്യം 15th ഫിനാൻസ് കമ്മീഷൻ എങ്ങനെയാണ് ആ നോംസ് നടപ്പാക്കിയത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആൻഡ് ഏരിയയാണ്. അതിന് 15% മാർക്കാണ്. അപ്പോൾ ഈ പോപ്പുലേഷൻ ആൻഡ് ഏരിയ എന്ന് പറയുന്ന ആ നോമിന് തന്നെ 90% മാർക്കും കൊടുത്തിരുന്ന ഫിനാൻസ് കമ്മീഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 15th ഫിനാൻസ് കമ്മീഷൻ വന്നപ്പോഴാണ് അത് 15% മാറ്റിയത്. ആ 15% മാറ്റിയതിൻ്റെ പുറകിലും ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് ചരിത്രം എന്തുകൊണ്ട് ഇത് 15% ഫിക്സ് ചെയ്ത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് 1971 പോപ്പുലേഷൻ സെൻസസ് അനുസരിച്ചുള്ള പോപ്പുലേഷനാണ് ഫിനാൻസ് കമ്മീഷൻ എപ്പോഴും പോപ്പുലേഷൻ എന്ന നോമിന് ഉപയോഗിച്ചിരുന്നത്. അന്ന് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും നോക്കാം. കേരളത്തിൻ്റെ പോപ്പുലേഷൻ അന്ന് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 3.83% 1971 സെൻസസ് അനുസരിച്ചുള്ള പോപ്പുലേഷൻ 3.81% പക്ഷേ 1976 ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി എന്തായിരുന്നു? ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവരണം. അതായത് പോപ്പുലേഷൻ പോളിസി അനുസരിച്ച് ഇന്ത്യ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനിൽ എത്തണം. എന്താണ് ഈ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു കുടുംബത്തിൽ 2 കുട്ടികൾ, ഒന്ന് ഭർത്താവിനെ ഒന്ന് ഭാര്യയെ റീപ്ലേസ് ചെയ്യാൻ 2 കുട്ടികൾ പ്ലസ് എ ബിറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഈ പ്ലസ് എ ബിറ്റ്? നമുക്കറിയാം കാൽ കുട്ടിയായിട്ടും ഒന്നും കിട്ടത്തില്ലെന്ന്. അതിൻ്റെ എന്താ അർത്ഥം? പല കപ്പിളുകൾക്ക്, അതായത് എല്ലാ കപ്പിളിനും 2 കുട്ടികളെ വന്നത് ഉറപ്പ്. പക്ഷേ ചില കപ്പിളൊക്കെ 3-4 കുട്ടികൾ ആകാം. എന്തുകൊണ്ട്? കാരണം ലൈഫ് ലോങ് സെലിബസി മെയിൻറ്റെയിൻ ചെയ്യുന്നവർ, അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് പോകുന്നവർ, ട്രാൻസ്ജെൻഡേഴ്സ്, അങ്ങനെയുള്ളവരെ റീപ്ലേസ് ചെയ്യാനായിട്ട് ആണ് ഈ 2 കുട്ടികളിൽ ഇത്തിരി കൂടുതൽ എന്ന രീതി. അതായത് ചില കുടുംബങ്ങളിൽ 3 കുട്ടികളൊക്കെ ആകാം, 4 കുട്ടികളും ആകാം. പക്ഷേ സാധാരണ രീതി 2 കുട്ടികൾ എന്ന രീതി. അപ്പോൾ ഈ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ 1976 പോപ്പുലേഷൻ പോളിസിയായി പറയുന്ന ഇന്ത്യയുടെ, അതനുസരിച്ച് പോപ്പുലേഷനെ കുറച്ചു കൊണ്ടുവന്ന സംസ്ഥാനങ്ങളാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. പക്ഷേ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, അതായത് വിദ്യാഭ്യാസ നിലവാരം വളരെ കുറവായതുകൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ പോപ്പുലേഷൻ പോളിസി നടപ്പാക്കിയില്ല. അപ്പോൾ എന്നിട്ട് ഈ ഇഷ്യൂ ആകുന്ന എപ്പോഴാണ്? ഈ 15ാം ധനകാര്യ കമ്മീഷൻ
2011 പോപ്പുലേഷൻ എന്ന മാനദണ്ഡത്തിന് എടുത്തത്. അതായത് 1971 പോപ്പുലേഷൻ എടുത്തിരുന്നെങ്കിൽ ഈ ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷനിൽ നമുക്ക് 3.8% കിട്ടുമായിരുന്നു. പക്ഷേ 2011 പോപ്പുലേഷൻ എടുത്തപ്പോഴത്തേക്കും കേരളത്തിൻ്റെ ഷെയർ ഇന്ത്യയുടെ പോപ്പുലേഷന് 2.6% ആയിട്ട് കുറഞ്ഞുപോയി. അതേസമയത്ത് നമ്മൾ യു പിയുടെ കാര്യം ഒന്ന് നോക്ക്. 15% 1971 യു പിയുടെ പോപ്പുലേഷൻ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ. പക്ഷേ 2011 ആയപ്പോഴത്തേക്കും അത് 17% വർദ്ധിച്ചു. നാച്ചുറലി അവർക്ക് കൂടുതൽ കിട്ടും. അങ്ങനെ ഈ പോപ്പുലേഷൻ കുറച്ച സംസ്ഥാനങ്ങൾ, എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും പോളിസി ഫോളോ ചെയ്ത് പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവന്നു. എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഈ 15th ഫിനാൻസ് കമ്മീഷൻ്റെ ഡെവല്യൂഷൻ വഴി ഷെയർ കുറഞ്ഞു, ഇൻകം കിട്ടുന്ന ഷെയർ കുറഞ്ഞു. ഇൻകം ഷെയർ കുറഞ്ഞു, മറ്റു പല കാരണങ്ങളാൽ ഗ്രാൻസ് ഇൻ എയ്ഡ് കുറഞ്ഞു. അങ്ങനെ വലിയ കുറവാണ് ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കുണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഒഴിച്ചുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, എന്തുകൊണ്ടാണ് ആന്ധ്രാപ്രദേശ് ഈ കോൺക്ലേവിൽ ചേരാതിരുന്നത്? അതായത് ആന്ധ്രാപ്രദേശ് അതുപോലെ ബീഹാർ, ഈ 2 സംസ്ഥാനങ്ങളാണല്ലോ മറ്റേ BJP ഗവൺമെൻറ്റിന് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാതിരുന്നപ്പോൾ പങ്കുചേർന്ന് ഭൂരിപക്ഷം ഉണ്ടാക്കി BJP ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ആയിട്ടൊരു ഗവൺമെൻറ് ഫോം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയത്. അതുകൊണ്ടാണ് ആന്ധ്രാപ്രദേശ് ചേരാത്തത്. അല്ലെങ്കിൽ ആന്ധ്രയും ഇതിൻ്റെ കൂടെ വരേണ്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പോപ്പുലേഷൻ പോളിസിയാണ് എടുക്കാൻ പോകുന്നത് എന്ന് കണ്ടതുകൊണ്ട് അന്ന്, അതായത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് എല്ലാം നടപ്പാക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം കേരളത്തിൽ ഡോക്ടർ തോമസ് ഐസക് ഒരു കോൺക്ലേവ് വിളിച്ചു കൂട്ടുന്നു തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ. ഇതാണ് വരാൻ പോകുന്നത്, ഇത് നമുക്ക് അപകടമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒട്ടുമിക്ക തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കോൺക്ലേവ് വിളിച്ചുകൂട്ടി അവരൊരു മെമ്മോറാണ്ടം എല്ലാവരും കൂടി സൈൻ ചെയ്തുണ്ടാക്കി. ആ മെമ്മോറാണ്ടം രാഷ്ട്രപതിക്ക് കൊടുത്തു. അപ്പോഴാണ് ഈ പോപ്പുലേഷൻ അനുസരിച്ചുള്ള ഷെയർ 15% കുറച്ചത്. പകരം ഒരു പുതിയ നോം അവിടെ കൊണ്ടുവന്നു. എന്താണ് രണ്ടാമത്തെ നോം കൊണ്ടുവന്നത്? ഡെമോഗ്രാഫിക് പെർഫോമൻസ്. അതിന് 12% വെയിറ്റേജും വെച്ചു. അപ്പോൾ 12% ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 1976 പോപ്പുലേഷൻ പോളിസി അനുസരിച്ച് പോപ്പുലേഷൻ കുറച്ച് കൊണ്ടുവന്ന് അതായത് ഈ റീപ്ലേസ്മെൻറ്റ് റേറ്റിനേക്കാളുടെ ഈക്വലോ അല്ലെങ്കിൽ കേരളത്തിൽ റീപ്ലേസ്മെൻറ്റ് റേറ്റിലും താഴെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് കേട്ടോ. അപ്പോൾ ഈ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനിലേക്ക് എത്തിക്കുന്ന സംസ്ഥാനങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. അതിനവർക്കൊരു വെയിറ്റേജ് കൊടുക്കുക. അപ്പോൾ പോപ്പുലേഷന് 15% കൊടുക്കുമ്പോൾ ഡെമോഗ്രാഫിക് പെർഫോമൻസിന് 12.5%, 12.5% കൊടുക്കുക എന്ന അത് ഫിനാൻസ് കമ്മീഷൻ തുടങ്ങിയതിന് ശേഷമാണ് കേരളം പോലെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കോൺക്ലേവ് മെമ്മോറാണ്ടം രാഷ്ട്രപതിയുടെ അടുത്ത് ചെന്നപ്പോഴാണ് ഈ അമെൻമെൻറ്റ് 15th ഫിനാൻസ് കമ്മീഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ 2 നോം, ആദ്യത്തെ നോം പോപ്പുലേഷൻ അതിന് 15%, രണ്ടാമത്തെ നോം ഡെമോഗ്രാഫിക് പെർഫോമൻസ് അതിന് 12%. ഇനി മൂന്നാമത്തെ ലോൺ ഏതാണ്? മൂന്നാമത്തെ ഫോറസ്റ്റ് ആൻഡ് എക്കോളജി. അതിന് ആകെ പറഞ്ഞിരിക്കുന്ന 10%. അത് കേരളത്തിന് കിട്ടും. നമുക്കറിയാം കേരളം 127 ഗ്രാമങ്ങൾ തന്നെ പരിസ്ഥിതി ലോലമാണ്. അതുപോലെ തന്നെ നമുക്ക് 32% ഫോറസ്റ്റ് ഏരിയയുണ്ട് കണക്കിൽ. അതൊക്കെ കാരണം കൊണ്ട് അത് നമുക്ക് കിട്ടും. പിന്നെ വന്നിരിക്കുന്നതാണ് വലിയ അടി എന്ന് പറയുന്നത്, ഇൻകം ഡിസ്റ്റൻസ്. ഇതാണ് ഈ കോൺക്ലേവ്, ഇപ്പോഴത്തെ കോൺക്ലേവിൽ എല്ലാവരും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്താണ് ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ടോപ്പ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനവും ലോവസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനവും നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും താഴത്തെ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനത്തിന് 45% വെയിറ്റേജ് കിട്ടുക. അതായത് 100 എന്ന് പറയുന്ന വെയിറ്റേജിൽ 15% പോപ്പുലേഷന് പോയി, 12% ഡെമോഗ്രാഫിക് പെർഫോമൻസിന് പോയി, മൂന്നാമത് 10% ഫോറസ്റ്റ് ആൻഡ് എക്കോളജിക്ക് പോയി. ഇനിയുള്ളതിൽ 45% ആർക്ക് പോകുന്നു? ഇൻകം ഡിസ്റ്റൻസ് അനുസരിച്ച് ഏറ്റവും ദരിദ്ര സംസ്ഥാനത്തിന്, പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും താഴ്ന്ന സംസ്ഥാനത്തിന് പോകുന്നു. അതാണ് കോൺക്ലേവിൽ എല്ലാവരും വളരെ ശക്തമായിട്ട് അതായത് നല്ല പെർഫോമൻസ് ബീഹാർ വളരെ താഴ്ന്നു കിടക്കുകയാണ് പെർ ക്യാപിറ്റ ഇൻകത്തിൽ. ആരുടെ കുറ്റമാണ്? കേരളത്തിൻ്റെ കുറ്റമാണോ? തെലങ്കാനയുടെ കുറ്റമാണോ? കർണാടകത്തിൻ്റെ കുറ്റമാണോ? തമിഴ്നാടിൻ്റെ കുറ്റമാണോ? അവരുടെ മാത്രം കുറ്റമാണ്. അവരെ ഭരിച്ചവർ എല്ലാ കാലത്തും അഴിമതി നിറഞ്ഞവരും സാധാരണക്കാരെ പരിരക്ഷിക്കാത്തവരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇൻകം
അതായത് പെർ ക്യാപിറ്റ ഇൻകം വളരെ താഴ്ന്നു പോയത്. അതിന് മറ്റാരെയാണ് പണിഷ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ അതിൻ്റെ പേരിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുമ്പോൾ ഈ പെർ ക്യാപിറ്റ ഇൻകം ഒന്നാമത് നിൽക്കുന്നവർക്ക് ഒന്നും കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ നോം തീർച്ചയായിട്ടും വെട്ടിത്തിരുത്തേണ്ടതാണ്. ഇത് ശരിയല്ല, ഇത് നീതിയുക്തമല്ല. കാരണം നന്നായി പെർഫോം ചെയ്ത സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടത് അപ്ലോസസ് ആണ്. അതായത് അവർക്ക് കൂടുതൽ കൊടുക്കുകയാണ് വേണ്ടത്. പോട്ടെ, കൂടുതൽ കൊടുക്കണ്ട. ഒരച്ഛന് 4 മക്കളുണ്ട്, അല്ലെങ്കിൽ 10 മക്കളുണ്ട്, ഒരാൾ ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്യാത്തവന് തട്ടിയിടുകയല്ല ചെയ്യുന്നത്, അവനെ കൂടുതൽ കൊടുത്ത് പരിരക്ഷിച്ച് ഒപ്പത്തിനൊപ്പം കൊണ്ടുവരാൻ ശ്രമിക്കും. അതൊരു ഫെഡറൽ സംവിധാനത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ബീഹാറിന് കൊടുത്തോട്ടെ. പക്ഷേ ബീഹാറിന് കുറച്ച് കൂടുതൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളെ തഴയാനോ അവരുടെ വിഹിതം വെട്ടിക്കുറയ്ക്കാനോ കേന്ദ്രം ഒരു കാരണവശാലും ശ്രമിച്ചുകൂടാ. അത് വളരെ യുക്തിസഹമായ ഒരു ആർഗ്യുമെൻ്റാണ്. ആ കാര്യത്തിൽ നമ്മൾ കോൺക്ലേവിനെ, അതിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന ഗവൺമെൻറ്റിനെ ശ്ലാഘിക്കുക തന്നെ ചെയ്യണം. അത് മാത്രവുമല്ല, ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവും ഇവരോടൊപ്പം നിൽക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനോട് അതുപോലെ കോൺക്ലേവിനോടും ഒപ്പം നിൽക്കുകയും ഇക്കാര്യത്തിൽ നമുക്ക് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യണമെന്നുള്ള തീരുമാനം അവർ ഒന്നിച്ചെടുക്കുകയും ചെയ്തു. അതും തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. ഇനി അടുത്തുള്ളത്, പിന്നെയുണ്ട് 2 നോംസും കൂടി. ഒന്ന്, ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്ട്. അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി ഇൻ ടാക്സ് കളക്ഷൻ ആൻഡ് ഫിസ്ക്കൽ എഫേർട്ട്. ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് എന്ത് കിട്ടിക്കാണുമെന്ന് നമുക്കൊന്നും പറയാൻ ഒക്കില്ല. കാരണം നമ്മൾ CAG റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം 28,258.39 കോടി അരിയർ കിടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിരിച്ചെടുക്കാത്ത അരിയർ, ടാക്സ് ഉണ്ട്, നോൺ ടാക്സും ഉണ്ട്, രണ്ടും കൂടി 28,000. അതായത് CAG തന്നെ പറയുന്നു ഇത് കിട്ടുമെന്ന്, അതായത് പിരിച്ചെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് ബജറ്റിൽ പ്രഖ്യാപിച്ച വരുമാനത്തിൻ്റെ 24.3% വരുമെന്ന്. അതായത് ഏകദേശം 1/4 പ്രതീക്ഷിച്ച വരുമാനത്തിൻ്റെ 1/4 പിരിച്ചെടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ആ ഫിസ്ക്കൽ എഫേർട്ടിനെ എന്ത് ഫിസ്ക്കൽ എഫിഷ്യൻസി എന്നാണ് നമ്മൾ പറയുക. അതുകൊണ്ട് അത് മിക്കവാറും സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ട് കാണും. അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എല്ലാ സംസ്ഥാനങ്ങളും എങ്ങനെയാണ് എന്ന് മറ്റ് സംസ്ഥാനങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, പിന്നെ അവസാനത്തത് സ്പെഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അങ്ങനെ സ്പെഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദ സ്റ്റേറ്റും ശരിയാണ്. കേരളത്തിന് സ്പെഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. എന്തൊക്കെയാണ് കേരളത്തിൻ്റെ സ്പെഷ്യൽ പ്രോബ്ലംസ്? ഒന്നാമത്തെ സ്പെഷ്യൽ പ്രോബ്ലം 60+ പോപ്പുലേഷൻ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഓൾ ഇന്ത്യ തലത്തിൽ 60+ പോപ്പുലേഷൻ 7% ഉള്ളത്. കേരളത്തിൽ അത് 17% മുകളിലാണ്. അതുപോലെ തന്നെ അതിനെ കണക്കാക്കുന്ന വേറൊരു മാനദണ്ഡമുണ്ട്, ഓൾഡ് ഡിപ്പെൻഡൻസി റേഷ്യോ. ഓൾഡ് ഡിപ്പെൻഡൻസി റേഷ്യോ കേരളത്തിൽ 23.8%. ഓൾ ഇന്ത്യ തലത്തിൽ അത് 17%-ന് തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. അപ്പം ഈ പറയപ്പെട്ട ഇതൊരു കേരളത്തിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോബ്ലമാണ് ഈ ഏജിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ജെറിയാട്രി രംഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ആഗോള തലത്തിൽ വരുന്നുണ്ട്. പ്രായത്തെ പിടിച്ചു കെട്ടാനുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷ്യക്രമത്തിൽ വരുത്തുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റത്തക്ക രീതിയിൽ ജെറിയാട്രി വിഭാഗത്തിൽ നല്ല ചെലവുകൾ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ പ്രായത്തെ പ്രതിരോധിക്കാൻ പറ്റും, പ്രായബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റും. അങ്ങനെ സംസ്ഥാനത്തിന് തലയുയർത്തി നിൽക്കാൻ പറ്റും. പക്ഷെ അതിന് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, നല്ല നിക്ഷേപം ആവശ്യമാണ്. അപ്പോൾ അക്കാര്യം കേന്ദ്രത്തോട് അതായത് ധനകാര്യ കമ്മീഷനോട് പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് വളരെ ജെനുവിൻ ആയിട്ടുള്ള കേരളത്തിൻ്റെ ഒരു ആവശ്യമാണ്. മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ ഉള്ളതിനേക്കാൾ വലിയ ഏജിങ് പ്രോബ്ലം കേരളത്തിനുണ്ട്. അപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ പോലെ തന്നെ കേരളം, അതായത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബ്രെയിൻ ഡ്രെയിൻ കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ബ്രെയിൻ ഡ്രെയിൻ മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ ഉണ്ട്. പക്ഷേ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളമാണ് ബ്രെയിൻ ഡ്രെയിൻ കൂടുതലുള്ള സംസ്ഥാനം. അതും ഏജിങ്ങും ഒക്കെ നമ്മളെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനെതിരെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു സ്പെഷ്യൽ പ്രോബ്ലവും കൂടി കേരളത്തിനുണ്ട്. അത് കേരളത്തിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ കൂട്ടി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏതാണത്? അതായത് എയ്ഡഡ് സെക്ടർ. മറ്റൊരു സംസ്ഥാനത്തും എഡ്യൂക്കേഷൻ രംഗത്ത് എയ്ഡഡ് സെക്ടർ ഇല്ല. അപ്പോൾ കേരളത്തിലെ ഈ എയ്ഡഡ് സെക്ടർ എല്ലാ സമുദായങ്ങൾക്കും ഉണ്ട്. അവരുടേതായ കോളേജുകൾ, സ്കൂളുകൾ ഒക്കെ, ഡേ കെയർ തൊട്ട് മുകളിലേക്ക്. അപ്പോൾ ഈ എയ്ഡഡ് സെക്ടർ വലിയ ഒരു വരുമാന ചെലവ്, റവന്യൂ ചെലവിൻ്റെ കാരണമാണ് കേരള സംസ്ഥാനം. അതുകൊണ്ടാണ് നമ്മുടെ റവന്യൂ ചെലവ് വളരെ ഉയർന്നു നിൽക്കുന്നത്.
മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അപ്പം പക്ഷേ എന്നാൽ ഇത് എന്തിനാണ് ഇവർക്ക് ഈ റവന്യൂ ചെലവ് വരുത്തുന്നത്, എന്തിനാണ് എയ്ഡഡ് സെക്ടറിനെ അങ്ങനെ എയ്ഡഡ് ആക്കി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു വളരെ കാതലായ ഉത്തരമുണ്ട്. അതായത് എഡ്യൂക്കേഷൻ രംഗത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു, ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഈ 2 കാരണങ്ങളും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കാനുള്ള പ്രഥമ കാരണങ്ങളാണ്. ഇതിൻ്റെ 2ൻ്റെയും കാരണം ഇവിടെയുള്ള സ്വകാര്യ നിക്ഷേപമാണ്. അപ്പോൾ പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ മേഖലയിൽ ഈ സ്വകാര്യ നിക്ഷേപം വേണ്ട എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ നിലവാരം നമ്മുടെയും താഴേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയ്ഡഡ് സെക്ടർ ഒരു ബാധ്യതയായിട്ട് കണക്കാക്കാതെ തന്നെ മുൻപോട്ട് പോകണം. പക്ഷേ അതേ സമയത്ത് നമ്മളെ ചെലവുകൾ, അതായത് ശമ്പളം, പെൻഷൻ ചെലവുകളിൽ ക്രമീകരണം വരുത്തണം. അതാണ് വേണ്ടത്. അതല്ലാതെ എയ്ഡഡ് സെക്ടർ വേണ്ട എന്ന് വെക്കുകയല്ല വേണ്ടത്. എയ്ഡഡ് സെക്ടറിലെയും അല്ലാതെയുള്ള ഗവൺമെൻറ് സെക്ടറിലെയും ഒക്കെ ശമ്പള പരിഷ്കരണമൊക്കെ 5 വർഷം എന്നുള്ളത് 10 വർഷമൊക്കെ ആക്കി മാറ്റി ക്രമീകരിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 6 നോംസ് വെച്ചാണ് ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ നടത്തിയത്. ഇതിലൊക്കെയാണ് ഗവൺമെൻറ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള റിസർവേഷൻ, അതായത് 33% റിസർവേഷൻ്റെ ബില്ലൊക്കെ പാർലമെൻറ്റിൽ പാസ്സാക്കി. അങ്ങനെ 2ാം മോദി ഗവൺമെൻറ് ഭരണം വിട്ടൊഴിയുന്നതിന് തൊട്ട് മുൻപാണ് ആ ബില്ല് പാസ്സാക്കിയത്. പക്ഷേ പാസ്സാക്കിയെങ്കിലും അത് നടപ്പാക്കുന്നത് 2028 പറ്റൂ എന്നാണ് അന്ന് പറഞ്ഞത്. എന്താണ് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചത് മോദി ഗവൺമെൻറ് അന്ന്? അതായത് സംസ്ഥാനങ്ങളുടെ പോപ്പുലേഷൻ ബേസിസിലുള്ള ഒരു ഡീലിമിറ്റേഷൻ വരുന്നു. അതായത് പോപ്പുലേഷൻ ബേസിസിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസിലൊക്കെ ഒരു റീ അലൈൻമെൻറ്റ് നടത്തും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാൻ സാധ്യത എന്ന ഒരു അപകടം ചൂണ്ടിക്കാണിച്ചു. അത് നേരത്തെ തന്നെ എനിക്കൊക്കെ തോന്നിയിട്ടുള്ളതാണ്, ഞാൻ പലയിടത്തും അത് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു ഡീലിമിറ്റേഷൻ കൊണ്ടുവരുമ്പോഴേക്കും പോപ്പുലേഷൻ കൂടിയ കുറഞ്ഞ സംസ്ഥാനങ്ങൾ, അതായത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസീസ് നോക്കുമ്പോൾ കേരളത്തിലെ കോൺസ്റ്റിറ്റ്യുവൻസീസ് പലതും ചിലപ്പം ഇപ്പോൾ ഉള്ള 140 നിയോജക മണ്ഡലങ്ങൾ ഇവിടെ കേരളത്തിലുണ്ട്. അതുപോലെ 20 പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. ആ 20 ചിലപ്പോൾ 18 പോയേക്കാം പോപ്പുലേഷൻ കണക്കാക്കി ഡീലിമിറ്റ് ചെയ്യുമ്പോൾ. 140 എന്നുള്ളത് ചിലപ്പോൾ 135 പോയേക്കാം. അതേ സമയത്ത് ഞാൻ UPയുടെ കാര്യം പറഞ്ഞല്ലോ. പോപ്പുലേഷൻ പണ്ട് 971 പോപ്പുലേഷൻ സെൻസറിച്ച് 15% ഇപ്പോൾ 17.5%. അവർ ചിലപ്പോൾ ഇപ്പോൾ 80 കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, പിന്നെ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഉള്ളത്. അത് ചിലപ്പോൾ 100 മാറിയേക്കാം. അപ്പോൾ ഭരണം ആർക്ക് പോകും? അതായത് തെക്കേ ഇന്ത്യ കുറച്ച് ഒരു മൈനോറിറ്റി സെക്ഷനായിട്ട് മാറും. ആ പാർലമെൻറ്റിൽ വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ട് തെക്കേ ഇന്ത്യ മാറും ഈ ഡീലിമിറ്റേഷൻ വന്നാൽ. നോർത്ത് ഇന്ത്യ വലിയ ഒരു മേഖലയായിട്ട് മാറും. കൂടുതൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉള്ള, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിലും പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിലും ഉള്ള ഒരു മേഖലയായിട്ട് മാറും. അപ്പോൾ അത് വലിയ അപകടമാണ്. ഒരു പക്ഷേ മറ്റെല്ലാ അപകടങ്ങളെക്കാളും വലിയ അപകടം അതിലാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഈ കോൺക്ലേവ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഇതിൽ വലിയ കാര്യങ്ങൾ ഇരിക്കുന്നു. തീർച്ചയായും ഈ കോൺക്ലേവുമായിട്ട് ഈ 5 സംസ്ഥാനങ്ങൾ മുൻപോട്ട് പോകണം. ഒരു യഥാർത്ഥ ഫെഡറൽ സംവിധാനത്തിൽ ഈ തരത്തിലല്ല അതായത് നല്ലവണ്ണം ഭരിക്കുകയും നല്ല അച്ചീവ്മെൻറ്റ്സ്, നല്ല നേട്ടങ്ങൾ നേടുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നത് പോലെ അവർ അർഹിക്കുന്നത് കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. ഇനി അതുപോലെ ഈ കോൺക്ലേവിൽ വന്ന മറ്റൊരു കാര്യം, അത് ഞാനിതിനു മുമ്പ് നമ്മുടെ ചർച്ചകളിൽ തന്നെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, YV റെഡ്ഡിയുടെ മുൻപിൽ മോദി തന്നെ ചെന്ന് ഈ 42% എന്നുള്ളത് 33%-ലേക്കോ മറ്റോ കുറയ്ക്കണമെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ലെന്ന്. മോദി തിരിച്ചുപോയി. പക്ഷേ മോദിയും മോദിയുടെ ചങ്ങാതിമാരും, അതായത് നരേന്ദ്രമോദിയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഗവൺമെൻറ് ഓഫീസേഴ്സും എല്ലാവരും കൂടി ചേർന്ന്, മന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററും മന്ത്രിയും എല്ലാം ചേർന്നിട്ട് സെസ്സും സർചാർജസും വെച്ച് സംസ്ഥാനങ്ങളെ കറക്കാൻ നോക്കി. എങ്ങനെയാണ് അന്ന്? അതായത് UPA ഗവൺമെൻറ്, 2ാം UPA ഗവൺമെൻറ് ഭരണം വിട്ടുകഴിഞ്ഞ് 2017-18 കാലമായപ്പോഴും സെസ് വഴി കളക്ട് ചെയ്തിരിക്കുന്ന റവന്യൂ, അത് സെസ് എന്ന് പറയുന്നത് ഒരു ടാക്സ് തന്നെയാണ്. ടാക്സിന് മേൽ ടാക്സാണ് സെസ്. സർചാർജും അങ്ങനെ തന്നെ. അപ്പോൾ ഇങ്ങനെ സെസ് വഴി കളക്ട് ചെയ്തിരുന്ന ഫണ്ട് ആകെപ്പാടെ
വെറും 18%, സെൻട്രൽ പൂളിലേക്ക് വരുന്ന നികുതിയുടെ വെറും 18% 2017-18 വരെയുള്ള കാലഘട്ടത്തിൽ. അതായത് UPA 10 വർഷം ഭരിച്ചു. അങ്ങനെ 14-15 ആയപ്പോഴത്തേക്കും ബാറ്റൺ കൈമാറുന്നു. 16-17-18 വരുമ്പോൾ പോലും സെസ് ആകെ ഈ സെൻട്രൽ പൂളിലേക്ക് വരുന്ന വരുമാനത്തിൻ്റെ 18%. ആ 18% എന്ന് പറയുമ്പോൾ എത്ര കോടിയാണെന്നും കൂടി ഞാൻ പറയാം. 2,11,553 കോടി മാത്രമായിരുന്നു സെസ് വഴി കളക്ട് ചെയ്തിരുന്നത് ആ 2017-18 കാലഘട്ടം വരെ. 2022-23 ആയപ്പോഴത്തേക്കും ഇത് 5,10,549 കോടിയായിട്ട് വർദ്ധിച്ചു. 2 ലക്ഷത്തിൽ നിന്ന് 5,10,549 കോടിയായിട്ട് വർദ്ധിച്ചു. അതായത് 133% വർധനവ്. അപ്പോൾ എന്താ അങ്ങനെ സെസ്സിൽ പെട്ടെന്ന്, അതായത് സെസ് ക്രമം വിട്ട് പിരിക്കാൻ പാടില്ല, ആ പിരിച്ചെടുക്കുന്നത് തന്നെ വളരെ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ ഒത്തുചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കായിരിക്കണം എന്നൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സെസ്സിൽ ഇത്ര വർധനവ് വരുത്തി എന്നത് ഒരു വശം. വേറൊരു മറുസൈഡ് കൂടിയുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഷെയർ ചെയ്യുന്ന പല പദ്ധതികളും സെൻട്രലി സ്പോൺസേഡ്, സെൻട്രൽ സ്റ്റേറ്റ് സ്പോൺസേഡ് അങ്ങനെയുള്ള പദ്ധതികളിലൊക്കെ തന്നെ സെൻറ്ററിൻ്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിച്ചു. അത് രണ്ടാമത്തെ അടി. അപ്പോൾ സെസ് വഴി, സർചാർജ് വഴി, ഇതുപോലെ ഈ സെൻട്രലി സ്പോൺസേഡ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സ്പോൺസർഷിപ്പിൽ നടത്തുന്ന പ്രോഗ്രാംസിൻ്റെയൊക്കെ സെൻറ്ററിൻ്റെ ഷെയർ കുറച്ച് സ്റ്റേറ്റിൻ്റെ ഷെയർ വർദ്ധിപ്പിച്ചു. അങ്ങനെ ചെയ്യാത്ത ഒരേ ഒരു പ്രോഗ്രാം 2005 UPA ഗവൺമെൻറ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയാണ്. കൊണ്ടുവന്നപ്പോഴും 10% മാത്രം സംസ്ഥാനം, 90% കേന്ദ്രത്തിൻ്റെ ഷെയറായിരുന്നു. അത് നിലനിർത്തി. പക്ഷേ മറ്റ് പല സ്കീംസിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ് ഷെയർ വെട്ടിക്കുറച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഷെയർ വർദ്ധിപ്പിച്ചു. എന്ന് വെച്ചാൽ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതുപോലെ YV റെഡ്ഡി ഈ ഫിനാൻസ് കമ്മീഷൻ്റെ ഡെവല്യൂഷനിൽ കുറവ് വരുത്തിയില്ല. 42% താഴേക്ക് പോകാൻ റെഡിയായി കാണിച്ചില്ല. പക്ഷേ പകരം ഒരു പാഠം എല്ലാവരെയും ഞാൻ പഠിപ്പിക്കും എന്ന രീതിയിലാണ് നരേന്ദ്രമോദി ഈ പറയപ്പെട്ട 2 സെസ്, സർചാർജ്, അതുപോലെ പങ്കുവെച്ച് ചെലവഴിക്കുന്ന പദ്ധതികൾ, ഇത്തരം കാര്യങ്ങളിലൂടെ സംസ്ഥാനങ്ങളെ. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം വളരെ നിയതമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് ഇതിലെ അപകടകരമായ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേറ്റീവ്, ചൂഷണപരമായ രീതി മാറ്റിയെടുക്കണം എന്നാണ് ഈ കോൺക്ലേവിൽ ഉയർന്നു വന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ മാറ്റം. കാരണം ഫിനാൻസ് കമ്മീഷൻ്റെ ഡെവല്യൂഷനിൽ നോംസ് വരുത്തുക കുറച്ചും കൂടി എളുപ്പമാണ്. ഇക്കാര്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മനഃപൂർവ്വമായിട്ട് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഫലമാണ് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അങ്ങനെ ഇരിക്കെ ഇതിൽ മാറ്റം വരുത്തുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ മാറ്റം വരുത്തണം. ഈ മാറ്റം വരുത്തൽ, ഈ പറയപ്പെട്ട എല്ലാ മാറ്റങ്ങളും സ്വാഗതാർഹമായ മാറ്റങ്ങളാണ്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ്ങും ആക്ഷനും ഇതിൻ്റെ പുറകിൽ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ സംസ്ഥാനങ്ങൾ ഫെഡറൽ സംവിധാനം അർഹിക്കുന്ന തരത്തിലുള്ള അവരുടെ പങ്ക് അവർക്ക് ലഭ്യമാകൂ. അവർക്ക് ഒരു ഫോർവേഡ് മാർച്ച്, വികസനത്തിലേക്കുള്ള ഒരു കുതിപ്പ് നേടിയെടുക്കാൻ സാധിക്കുകയുമുള്ളൂ.